ചുമതലയേറ്റ ശേഷം ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയാണ്. വീണ്ടും നമ്മൾ നേരത്തെ പോയ വാർത്തയിലേക്ക് തന്നെയാണ്. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പോലീസിന് നേരെ പ്രവർത്തകർ നേരത്തെ കല്ലെറിഞ്ഞിരുന്നു. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലമീൻ തുടരുന്നുണ്ട്. അലമീൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ശ്രുതി, വീണ്ടും ഈ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഈ പറയുന്ന പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ വീണ്ടും കല്ല് പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പിന്നിലേക്ക് പോയ പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡിന്റെ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലേക്ക് വരികയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഉപാധ്യക്ഷൻ നബിൻ വർക്കിയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രകോപനം പ്രവർത്തകർ സൃഷ്ടിക്കുന്നുണ്ട്. ബാരിക്കേഡിന്റെ ഒരു നിര പോലീസ് വിലപ്പിച്ച് കെട്ടി നിർത്തിയിരുന്ന ബാരിക്കേഡിന്റെ കെട്ടടിച്ച് ഒരു ബാരിക്കേഡ് പ്രവർത്തകർ ഉയർത്തി മാറ്റുന്നു. അല്ലെങ്കിൽ ആ പോലീസ് കെട്ടി നിർത്തിയിരുന്ന ബാരിക്കേഡ് അടിച്ചു മാറ്റിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധ രംഗത്ത് നിൽക്കുകയാണ്. ഒരു നിര ബാരിക്കേഡ് കൂടി മറികടന്നാൽ പോലീസും പ്രവർത്തകരും മുഖാമുഖം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ആ ബാരിക്കേഡ് പ്രവർത്തകർ അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് നിലയുറപ്പിച്ചിരുന്ന ബാരിക്കേഡ് പ്രവർത്തകർ അഴിച്ചു മാറ്റുന്നു. 2 വരുൺ വാഹനങ്ങളാണ്, 2 ജലപീരങ്കി വാഹനങ്ങളാണ് പ്രതിഷേധക്കാരെ നേരിടുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനും പോവുകയാണ്. ഒരു പക്ഷേ ഗ്രനേഡോ ടിയർ ഗ്യാസോ പ്രയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഒരു നിര ബാരിക്കേഡ് പ്രവർത്തകർ അഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ച കൂടിയും ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. 2 നിരയായി ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് പ്രവർത്തകരെ പോലീസ് ആദ്യം പ്രതിരോധിച്ചത്, തടഞ്ഞു നിർത്തിയത്. ഈ ബാരിക്കേഡ് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ആ ബാരിക്കേഡിന്റെ ഒരു വലയം ഭേദിക്കാനായാൽ പ്രവർത്തകർക്ക് നിയമസഭാ വളപ്പിലേക്ക് കടക്കാനാകും. അത് തടയുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനം. പ്രതിഷേധക്കാർ നിയമസഭാ വളപ്പിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോലീസിന് നേരെ വീണ്ടും കല്ലേറെ പ്രവർത്തകർ വലിയ രീതിയിൽ പോലീസിന് നേരെ കല്ല് വലിച്ചെറിയുന്ന കാഴ്ച കൂടി നമുക്ക് കാണാനാകും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് തുടരുകയാണ് പോലീസിന് നേരെ എന്നുള്ളതാണ്. പോലീസ് പക്ഷേ എപ്പോഴും ഒരു കടുത്ത നടപടിയിലേക്ക് പോയില്ല. തുടർച്ചയായി നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തുന്നു. തുടർച്ചയായി വലിയ രീതിയിലുള്ള കല്ലേറാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരിടേണ്ടി വരുന്നത്. പോലീസിന്റെ ജലപീരങ്കി വാഹനമായ വരുണിന് നേരെ ഉൾപ്പെടെ പ്രവർത്തകർ കല്ലുകളും കൊടികെട്ടി വന്ന കമ്പുകളുമൊക്കെ വലിച്ചെറിയുന്നൊരു കാഴ്ചയാണ് നിയമസഭാ പരിസരത്ത് ഇപ്പോൾ കാണാനാകുന്നത്. ഒരുപക്ഷെ ഈ നിലയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രകോപനം പ്രവർത്തകർ തുടർന്നാൽ പോലീസ് ഒരു പക്ഷേ കടുത്ത നടപടികളിലേക്ക് കടക്കും. അത് ജലപീരങ്കി കൊണ്ടുള്ള ഒരു പ്രതിരോധം മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോലും ഒരുപക്ഷെ പോലീസ് കടന്നേക്കാം. ഇപ്പോഴും പക്ഷേ പ്രവർത്തകരും പോലീസും മുഖാമുഖം എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവും നിന്ന് നിൽക്കുന്നൊരു സാഹചര്യമാണ്, സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിലാണ് ഒരു ബാരിക്കേഡ് പ്രവർത്തകർ ഇപ്പോൾ അഴിച്ചു മാറ്റിയത്. അടുത്ത ബാരിക്കേഡ് കൂടി അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് വലിയ പ്ലാസ്റ്റിക് കയറും വടവും ഒക്കെ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരുന്ന ബാരിക്കേഡാണ് പ്രവർത്തകർ അഴിച്ചു മാറ്റിയത്. അതോടുകൂടിയാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. വീണ്ടും ആ ബാരിക്കേഡ് എടുത്തു മാറ്റി അടുത്ത നിരയിലെ ബാരിക്കേഡ് കൂടി ഭേദിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നിയുക്ത MLA കൂടിയായ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പിരിഞ്ഞു പോയതിന് പിന്നാലെയാണ് വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ വീണ്ടും ഒരു ബാരിക്കേഡ് പ്രവർത്തകർ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ്. പോലീസ് തീർത്ത ആ പ്രതിരോധം പ്രവർത്തകർ ആ കയറുൾപ്പെടെ പ്രവർത്തകർ എടുത്ത് അഴിച്ചു മാറ്റുകയാണ്. ആ ബാരിക്കേഡ് ഒരു പക്ഷേ ബാരിക്കേഡ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. പോലീസ് തീർത്ത ബാരിക്കേഡ് പ്രവർത്തകർ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. നിഷ്പ്രയാസം പ്രവർത്തകർക്ക് ആ ബാരിക്കേഡ് ഭേദിച്ച് നിയമസഭാ വളപ്പിലേക്ക് ഒരുപക്ഷെ കടന്നു ചെല്ലാൻ പോലും പറ്റുന്ന വിധത്തിൽ ആ പോലീസിന്റെ പ്രതിരോധം, പോലീസിന്റെ ബാരിക്കേഡ് കൊണ്ടുള്ള പ്രവർത്തകർ ആ ബാരിക്കേഡിനകത്തൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ആ കാഴ്ച കൂടി നമുക്ക് കാണാം. ആ ബാരിക്കേഡ് വലിച്ചു മറച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ പോലീസും പ്രവർത്തകരും മുഖാമുഖം വരികയാണ്. പ്രവർത്തകർ ആർപ്പുവിളികളോടെയാണ് ഈ ബാരിക്കേഡ് ഇപ്പോൾ ഇഴച്ചു നീക്കുന്നത്, വലിച്ചു മാറ്റുന്നത്. പോലീസ് പണിപ്പെട്ട് തയ്യാറാക്കിയിരുന്ന അല്ലെങ്കിൽ പോലീസ് പണിപ്പെട്ട് കെട്ടിപ്പൊക്കിയിരുന്ന ഒരു വലയമാണ്, ഒരു പ്രതിരോധ മതിലായിരുന്നു ആ ബാരിക്കേഡ്. അത് പ്രവർത്തകർ വലിച്ചിഴച്ച് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിയമസഭാ പരിസരത്ത് കാണാനാകുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാം. ഇപ്പോൾ ഏതാണ്ട് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുഖാമുഖം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.
പ്രവർത്തകർക്ക് ഇനി ആ ബാരിക്കേഡിന്റെ വലയമില്ലാതെ പ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കുന്നതിന് സുഗമമായ പാത ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തകർ അങ്ങനെ കടക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും പോലീസ് തടയും, അവരെ പ്രതിരോധിക്കും. അതൊരു പക്ഷേ പരസ്പര കയ്യാങ്കളിയിലേക്കും ഏറ്റുമുട്ടലിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല. ബാർക്കോഴ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അത് തെരുവുകളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. ഈ വിവാദം, ഈ ആരോപണം വന്നപ്പോൾ തന്നെ യുവജന സംഘടനകൾ, പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയതാണ്, തെരുവുകളിലേക്ക് ഇറങ്ങിയതാണ്. അതിന് പിന്നാലെയാണ് നിയമസഭാ മാർച്ചും പ്രഖ്യാപിച്ചിരുന്നത്. നിയമസഭാ സമ്മേളനം ഇന്നലെ തുടങ്ങുന്നു. ഇന്നലെ തന്നെ ആ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സഭയുടെ ഫ്ലോറിലേക്ക് പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരുന്നു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും സഭാ നടപടികൾ സ്തംഭിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഇന്ന് രണ്ടാം ദിവസം സഭയ്ക്ക് പുറത്തും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോൾ കൂട്ടം കൂടി നിന്ന് ബാരിക്കേഡ് വലിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ്. കയറുകെട്ടി നിർത്തിയിരുന്ന പോലീസ് കയറുകെട്ടി ഉറപ്പിച്ചു നിർത്തിയിരുന്ന ബാരിക്കേഡ് പ്രവർത്തകർ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അത് പോലീസ് കെട്ടിയിരുന്ന ആ വലിയ പ്രതിരോധ മതിൽ അത് പൊളിക്കാനായതോടെ പ്രവർത്തകർ ആർപ്പുവിളികളോടെയാണ് ആ ബാരിക്കേഡുകൾ വലിച്ചു നീട്ടിയതും. പോലീസ് ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ജലപീരങ്കി പ്രയോഗം നിർത്തിക്കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് വീണ്ടും അവിടേക്ക് എത്താനാകും. ആ ജലപീരങ്കി നിർത്തിയിരിക്കുന്നു. വീണ്ടും പ്രവർത്തകർ ആർപ്പുവിളികളുമായി വീണ്ടും പ്രവർത്തകർ ആ ബാരിക്കേഡിനകത്തേക്ക് പോവുകയാണ്. പോലീസ് കൂടുതൽ സജ്ജരാകുന്നുണ്ട്. പോലീസ് കൂടുതൽ ആ ബാരിക്കേഡുകൾ ഉറപ്പിക്കാനും അവരെ തടയാനും പോലീസ് ആ ബാരിക്കേഡിനകത്തേക്ക് പ്രവർത്തകർ കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ബാരിക്കേഡിന്റെ ഗ്യാപ്പിലൂടെ പ്രവർത്തകർ അകത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ നിന്ന് അവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ വലിച്ചൊരു വടംവലി മത്സരം നടക്കുന്നതിന് സമാനമായ രീതിയിൽ പ്രവർത്തകർ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത്. പ്രവർത്തകർ വലിച്ചെറിഞ്ഞ കമ്പ്, പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചെറിഞ്ഞ കമ്പ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് തന്നെ വന്ന് കാഴ്ച കൂടി കാണാനാകും. അങ്ങനെ കയ്യിൽ കിട്ടിയതൊക്കെ പോലീസിനെതിരെ വലിച്ചെറിഞ്ഞ് പ്രതിരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തന്നെ വന്ന് പതിക്കുന്ന കാഴ്ച കൂടി കാണാനാകും. ആ ബാരിക്കേഡ് പൂർണ്ണമായും അവിടെ നിന്ന് വലിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് സമരരംഗത്ത് കാണാനാകുന്നത്, പ്രതിഷേധ രംഗത്ത് കാണാനാകുന്നത്. പോലീസ് ബാരിക്കേഡ് പിടിച്ചു നിർത്താനും ആ ബാരിക്കേഡ് അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനും പോലീസ് നന്നെ പണിപ്പെടുന്നുണ്ട്. പക്ഷേ ആ പോലീസിന്റെ പ്രതിരോധം തകർത്തുകൊണ്ട് ബാരിക്കേഡ് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കായി ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുഖാമുഖം നിന്ന് പോർവിളി മുടക്കുന്ന ഒരു കാഴ്ചയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും ചേർന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും പോലീസിന് നേരെ മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേരെ പോർവിളി മുടക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിയമസഭാ പരിസരത്ത് ഇപ്പോൾ കാണാനാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചാണ് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത തെളിയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോൾ ജലപീരങ്കി പ്രയോഗവും പോലീസിന് നേരെ കമ്പും കല്ലുകളും ഒക്കെ വലിച്ചെറിയുന്നതൊക്കെ സ്വാഭാവികമാണ്. ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സമരത്തിന്റെ ഒരു ഭാഗവുമാണ്. പക്ഷേ പോലീസ് വലിയ നിരയിൽ ബലപ്പിച്ചുറപ്പിച്ച് നിർത്തിയിരുന്ന രണ്ട് നിരയായി നിർത്തിയിരുന്ന ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യാനായി എന്നുള്ളതാണ് ഏറെ പ്രധാനം. പിന്നീട് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുന്ന ആ ബാരിക്കേഡ് പൂർണ്ണമായും മറിച്ചിടാനാണ് പ്രവർത്തകർ നോക്കുന്നത്. ആർപ്പ് വിളികളോടെ പ്രവർത്തകർ ഒരു വിജയഭേരി മുഴക്കിക്കൊണ്ടാണ് ആ ബാരിക്കേഡുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. കാരണം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതുവരെ പോലീസ് വലിയ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പരമാവധി പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത്തരത്തിൽ പരമാവധി പ്രകോപനം ഉണ്ടാകുമ്പോഴും പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് പോയാൽ ഒരു ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ ഗ്രനേഡ്, ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള പ്രയോഗത്തിലേക്ക് പോയി പ്രവർത്തകർക്കൊക്കെ പരിക്ക് പറ്റിയത് വലിയ സംഘർഷത്തിലേക്ക്, ഇതിനേക്കാൾ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയാൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് അതും വീണു കിട്ടിയ ആയുധമാകും. സഭാ സമ്മേളനം തുടരുന്നതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തേക്കും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. അത് സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ പ്രതിപക്ഷത്തിനാകും. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം നിയമസഭാ വളപ്പിലേക്ക് കടന്നു ചെല്ലുന്നതിന് പ്രവർത്തകർക്ക് ഇപ്പോൾ എളുപ്പമാണ്. ആ ബാരിക്കേഡിന്റെ വലയം അവിടെയില്ല, ബാരിക്കേഡിന്റെ ഒരു പ്രതിരോധ കോട്ടയും അവിടെയില്ല. ആ കോട്ട ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരിക്കുകയാണ്. വിജയഭേരി മുഴക്കിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ബാരിക്കേഡിലൂടെ പോലീസ് തീർത്ത പ്രതിരോധ കോട്ട തകർത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ അവർക്ക് നിയമസഭയ്ക്കകത്തേക്കൊക്കെ കടന്നു ചെല്ലാം. ഇത്തരമൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ സാധാരണ പോലീസ്
വലിയ രീതിയിൽ ലാത്തിച്ചാർജോ മറ്റൊക്കെ നടത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ പോലീസ് അതിന് മുതിർന്നിട്ടില്ല, അതിന് തുനിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രവർത്തകർ വീണ്ടും പ്രകോപിതരാകും. അത് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയും ചെയ്യും. അത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് വീണ്ടും ആയുധമാക്കാനാകും. അതുകൊണ്ട് അതിനൊരു വഴിമരുന്നിട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നയപരമായ നിർദ്ദേശം ഒരു പക്ഷേ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം. അത്തരമൊരു നിലപാട് തന്നെയാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിലയിൽ കാര്യങ്ങൾ പോവുകയും പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരാവുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഈ വിധത്തിൽ കയ്യും കെട്ടി തുടർന്നു പോകുമെന്നും പ്രതീക്ഷിക്കാനും നിർവാഹമില്ല. ഇപ്പോൾ പോലീസിന് നേരെ ചിറിയെടുത്ത, പോലീസിന് നേരെ പാഞ്ഞെടുത്ത പ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകർക്കും ഇടയിൽ ഒരു മതിലായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും നിലകൊള്ളുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നു. ആ ബാരിക്കേഡ് അവിടെ നിന്ന് പ്രവർത്തകർ പൂർണ്ണമായി മാറ്റുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അതുകൊണ്ട് അവസാനിക്കുമോ, അതിനപ്പുറത്തേക്ക് പ്രതിഷേധം വഴിമാറുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം മന്ത്രിമാരുടെ രാജിയാണ്. എക്സൈസ് മന്ത്രിയുടെയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം പരമാവധി ചൂടുപിടിപ്പിച്ച് പരമാവധി ആയുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് നേരത്തെ തന്നെ